ഹായ്, വെൽക്കം ബാക്ക് ടു വർണ്ണപ്പകിട്ട്. അപ്പോൾ നമ്മൾ ബ്രാൻഡ്സ്റ്റണിൽ പോയ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ടൈറ്റാനിക് മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് ടൈറ്റാനിക് മ്യൂസിയം. അപ്പം ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകം ഇതേപോലെ ഇങ്ങനെ നമ്മൾ ടൈറ്റാനിക് സിനിമ കാണുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെ ഒക്കെ ഒരു ഫസ്റ്റ് ക്ലാസ്സിലോട്ട് കയറി പോകണം, ആ സ്റ്റെയർ അതൊക്കെ സിനിമയിൽ കാണിക്കത്തില്ല. അത് അതേപോലെ തന്നെയായിരുന്നു ഈ കാണുന്നത്. എനിക്ക് ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ അലൗഡ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് മാത്രം ഈ സ്ഥലം മാത്രമേ എനിക്കിവിടെ വീഡിയോ ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ ആ ഷിപ്പ് എങ്ങനെയാണോ അത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഒക്കെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരുന്നത്, അവിടുത്തെ ഫുഡ് രീതികൾ എല്ലാം അതെല്ലാം എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഇത് റോസിന് ജാക്ക് കൊടുത്ത മാല, ആ സംഭവം അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് വെളിഭാഗമാണ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക്. പിന്നെ അതിനകത്ത് നമ്മൾ ഷിപ്പിൻ്റെ കുറച്ച് പാർട്സുകൾ, ബാഗുകൾ, അതിലുള്ള ആൾക്കാരുടെ കിട്ടിയ മരിച്ചു പോകാത്ത ആൾക്കാരുടെ ഫോട്ടോസുകൾ, അവശിഷ്ടങ്ങൾ, അങ്ങനെ കുറേ കടലിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ, ഇതെല്ലാം ഇവിടെ അവർ മ്യൂസിയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ ഫസ്റ്റ് ക്ലാസ് അങ്ങനെയുള്ള ഇതിലുള്ള ഫുഡ്, എന്തൊക്കെ ഫുഡുകളാണ്, ആ ഫുഡ് പാത്രങ്ങൾ, അതിൻ്റെ ഒറിജിനൽ പാത്രങ്ങൾ, അത് ഇത് എല്ലാമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കാണാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ ഇവിടുത്തെ സിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ എല്ലാം ഒരു കുറേ പൈസയായിട്ട് പോയാൽ ഇവിടെ എല്ലാം കറങ്ങി അടിക്കാം. ഒരു ദിവസം കൊണ്ട് കാണാവുന്നതല്ല, ഒരുപാട് ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു പാർക്കിൽ കയറി ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ കൂടിയിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം കൂടി ക്രിക്കറ്റൊക്കെ കളിച്ച് കുറച്ച് റിലാക്സ് ആയതിനു ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് അക്വേറിയത്തിലോട്ട്. അപ്പോൾ അക്വേറിയത്തിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാം കുറേ സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നു നമുക്ക് കയറാനായിട്ടുള്ള. അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ഇതിൽ പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ കറങ്ങുന്ന ആ സംഭവം എന്താണെന്ന് ഞാൻ കുറച്ച് ദൂരെ കൂട്ടിയേ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു റൈഡാണ്. ആൾക്കാരെല്ലാം കൂവി വിളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്തിരുന്ന. സംഭവം പൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അക്വേറിയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ആ കാണുന്ന അക്വേറിയം. ഭയങ്കര വലുതാണ്. എനിക്ക് ഇവിടെ വന്നതിൽ ഇഷ്ടപ്പെട്ടത് ഈ അക്വേറിയത്തിലാണ്. ഇനി ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ അക്വേറിയം എന്തായാലും കാണണം. കാരണം ഇത് പൊളിയായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ലെങ്കിലും ഇത് പൊളിയായിരുന്നു. ഇത് സൂപ്പറായിരുന്നു, കാണേണ്ടതാണ്. ശരിക്കും അടിപൊളിയായിരുന്നു. ഇവിടെ ആ വെള്ളത്തിൻ്റെയൊക്കെ ആ ഡാൻസിങ് ഒക്കെ പൊളിയായിരുന്നു. അത് നമ്മൾ രാത്രി വെട്ടത്ത് കാണാൻ അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് വെള്ളം ഭയങ്കരമായിട്ട് നിന്ന് ഡാൻസ് കളിയായിരുന്നു. പാട്ടിനൊത്ത് സെറ്റായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന സെക്ഷനിൽ കയറി ഇവിടെ എല്ലാവർക്കും ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും അവർ. അപ്പോൾ അതിനൊക്കെ കയറി നമ്മൾ ടിക്കറ്റും ഒക്കെ എടുത്ത് എൻട്രൻസ് കയറി. ഫസ്റ്റ് കാണുന്ന ഇതേപോലത്തെ ഒരു അക്വേറിയമാണ്. പിന്നെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ജസ്റ്റ് പാസ് ചെയ്ത് പോവുക മാത്രമേ ചെയ്തോളൂ. എനിക്ക് ഒരുപാട് അങ്ങനെ ഞാൻ ആസ്വദിച്ചു കൂടുതൽ. പിന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇതിലിങ്ങനെ ക്യാമറയിൽ പകർത്തിയുള്ളൂ. ഇത് കടലിലുള്ള കുറേ മത്സ്യങ്ങളാണ്. ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒരു വലിയൊരു ആമയൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലുതായിരുന്നു. ഷാർക്കും കുറേ ഉണ്ടായിരുന്നു. ഇതിന് എല്ലാം ഭയങ്കര വലിയ ഫിഷുകളായിരുന്നു. ഗ്ലാസ്സിനകത്ത് നമ്മൾ മേളിൽ കൂടി ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര വലിയ ഫിഷാണ്. എല്ലാം കൂടി പൊളിച്ചു വന്നാൽ ശരിക്കും പേടിക്കും, അത്രയ്ക്കും ഉണ്ടായിരുന്നു. നീരാളിയാണെന്ന് തോന്നുന്നു വാലുള്ളത്.
ഇതിനകത്ത് കയറി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ബൗളിനകത്ത് കയറി നിൽക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ 3D ഫിലിംസ് 3D തിയേറ്ററൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇതൊരു ഗുഹ കണക്ക്, അതിനകത്തും മേളിൽ സൈഡിൽ കൂടിയൊക്കെ മീനുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഡിസ്പ്ലേ. പക്ഷേ ഇതിൻ്റെ ആ ഗുഹയ്ക്കകത്തുനിന്ന് ഇങ്ങനെ വെളിയിറങ്ങുമ്പോൾ ഭയങ്കര ഒരു ലോകം പോലെ ഫുള്ള് നമ്മൾ കടലിൻ്റെ മധ്യത്തുകൂടിയുള്ള അതേ കണക്കാണ് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. നമ്മൾ കടലിന് മധ്യത്തുകൂടിയുള്ള ഒരു വഴിയൊരുക്കി ചുറ്റും മുകളിലുമൊക്കെ കാണുന്ന ഒരു രീതിയായിരുന്നു. അടിപൊളിയായിരുന്നു. മീനുകളെ എന്നും പറ്റി പറയാൻ എനിക്കറിയത്തില്ല, കാണിച്ചു തരാനേ പറ്റൂ. ഇതെല്ലാം അടിപൊളിയായിരുന്നു. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പല പോസുകളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫിഷ് ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങുമായിരുന്നു, എല്ലാം ഒരേ കണക്ക്, തല ചുറ്റുന്ന പോലെ. അതിൻ്റെ തല ചുറ്റൂല എന്തോ അമ്മാതിരി രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ പല ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫിഷുകളാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ഷാർക്കൊക്കെ മുകളിൽ കൂടി പോകുന്നതുമൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു ഞണ്ട് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടുപിടിച്ച്. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫിഷിനെ അത് കണ്ടിട്ട് തന്നെ നമുക്ക് പേടിയാവും. പിന്നെ ബ്ലൂം റൂം എന്നും പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. ശരിക്കും എന്തോ ഒരു തലചുറ്റുന്ന പോലെ ഭയങ്കര രസമുണ്ടായിരുന്നു. ജെല്ലി ഫിഷായിരുന്നു ഫുള്ള്. ലൈറ്റിൽ പല ഇതിലിട്ട് ഇങ്ങനെ പല ലൈറ്റുകളിങ്ങനെ മാറി നമുക്ക് ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു. കുറച്ച് ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ. അതിൽ നിന്നൊക്കെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇങ്ങനൊരു വ്യൂയിലോട്ടാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഇത് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സംഭവം. പിന്നെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, നമുക്ക് ഈ ഫിഷിനെയൊക്കെ പിടിക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ വിങ്സിൽ മാത്രമേ പിടിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ടൈലിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കൈ മുറിയുന്നത് കൊണ്ട് അതിൽ പിടിക്കരുത്. അതിൻ്റെ ചിറകളിൽ മാത്രം തൊടാനായിട്ട് പറ്റുമായിരുന്നു. എല്ലാവരും അതുകൊണ്ട് അതിൻ്റെ ചിറകളിലെല്ലാം പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം നമുക്ക് ടച്ച് ചെയ്യാമായിരുന്നു. ഇതെന്തോ ഒരു ചെടി, ഇതൊരു സ്റ്റാർ ഫിഷ് അവിടെ പമ്മി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ചെടി എനിക്ക് പേരറിയത്തില്ല. അതിന് നമ്മളിങ്ങനെ തൊടുമ്പോൾ അത് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഇറുക്കി മൂടി പിടിക്കുന്ന ഒരിതായിരുന്നു. അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ
അങ്ങനെ ഇവിടെ മൊത്തം കണ്ട് നമ്മൾ ഇറങ്ങാൻ പോയത് ഇവിടെ മൊത്തം ഒരു ഷോപ്പായിരുന്നു. ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സ്വീറ്റ്സുകളും അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരാം. ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. നമ്മൾ ഫസ്റ്റ് കയറിയ ഫോട്ടോ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ വെളിയിറങ്ങി. ഭയങ്കര മഴക്കോള് കണക്കായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല. പക്ഷെ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കുറേ നേരം അവിടെ ആ വെള്ളത്തിൻ്റെ കളിയൊക്കെ കണ്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഈ വാക്സ് മ്യൂസിയത്തിൻ്റെ അവിടെ വന്നത്. വാക്സ് മ്യൂസിയത്തിൽ കയറുമ്പോഴത്തേക്ക് അവിടെയും ഇതിനൊക്കെ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാക്സ് മ്യൂസിയത്തിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായൊരു സംഭവം, കാരണം എനിക്ക് ഇവിടെ ആൾക്കാരെ ആരെ അറിഞ്ഞൂടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ജാക്കി ചാൻ കുറച്ച് പേരെയൊക്കെ അറിയാമെന്നുള്ള, അല്ലാതെ ബാക്കി ആരെയും എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ വലിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും എടുത്തത് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അനോക്കൊണ്ട സിനിമ കണ്ടുകൊണ്ട് അവരെയൊക്കെ അറിയാമായിരുന്നു. ചാർലി ചപ്ലിനെ അറിയാമായിരുന്നു. അങ്ങനെ കുറച്ച് പേരെ മാത്രമേ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ബാക്കി ആരെയും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പോയി. പിന്നെ വരുന്ന പാട്ടുകാർ ടൈലർ സ്വിഫ്റ്റ്, അവരെ എനിക്കറിയാം, വേറെ ആരെയും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ഹൊറർ കണക്ക് കുറേ സംഭവങ്ങൾ, കുറേ മൂവീസിലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പിന്നീട് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഹൊറർ മൂവി കണക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ഈ ഭയങ്കരമായിട്ടൊരു ഇതൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ട് കൊള്ളായിരുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഇങ്ങോട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വാക്സ് മ്യൂസിയം. പിന്നെ നമ്മൾ ഇവിടെയാണ് പോയത്. ഇവിടെ നമ്മളുടെ ഹൊററായിട്ടൊരു 3D സംഭവം, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് കണ്ട്. പിന്നെ ഇതൊരു ഗെയിം കണക്കാണ്. ഇത് ശരിക്കും മിററാണ്. അപ്പോൾ നമുക്കിങ്ങനെ വഴി തെറ്റാതെ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഈ മിററിൽ വന്ന് ഇടിക്കും.
അപ്പോൾ കുറേ മിറർ ബോക്സ്, ചിലതിലൊക്കെ നമ്മൾ മിറർ മൊത്തത്തിൽ ഒരു ബോക്സ് ആയിരിക്കും, അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തായിപ്പോവും. അങ്ങനെ നമ്മൾ അങ്ങ് എക്സിറ്റ് അടിക്കണം. അത് പൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഒരു സംഭവം എന്തോ വണ്ടർ വർക്കോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതെന്ന് പറയുന്നൊരു വീട് തല കുത്തി നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. തല കുത്തി വേറൊരു ഇതിലോട്ട് പതിച്ചേക്കുന്നതായിട്ടാണ്. അത് പക്ഷെ നമ്മൾ കയറിയില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ അക്വേറിയമൊക്കെ ലൈറ്റായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ ഇന്ന് അവസാനിപ്പിച്ച് നമ്മൾ ഒന്ന് വാൾമാർട്ടിലൊക്കെ പോയി ഷോപ്പ് ചെയ്യണം. കാരണം ഗ്രില്ലൊക്കെ അടിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അടുത്തത് ഇനി നമ്മൾ സൂവിൽ പോകുന്നുണ്ട് അടുത്ത ദിവസം. അപ്പോൾ അടുത്ത പാർട്ടിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.